Assalamu alaikum warahmatullahi ta'ala wabarakatuh. Welcome to the podcast presented by Sim Students Union. I am Muhammad bin Shad Walanjeri and with me Arshad Aringil and Anas Kulkuli. Arshad, നമ്മുടെ രാഷ്ട്രം 78ാമത് സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ മുന്നിൽ ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതിലുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ഈ രാജ്യം മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിലുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരൊക്കെ സ്മരിക്കലല്ലേ ഇടാത്തത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും റിൻഷാദ്, നമ്മുടെ ഇത്തരം ആളുകളെ സ്മരിക്കുന്നത് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെയൊക്കെ യഥാർത്ഥ പൊരുൾ. നമുക്കറിയാം, ഗാന്ധിജി, നെഹ്റു ഇതുപോലത്തെ ധാരാളം മഹാന്മാർ നമുക്ക് അവരുടെ ചോര നീരാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ തണലത്തിരിക്കുന്നത്. അവർ കൊണ്ട വെയിലാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന തണൽ എന്നുള്ളത്. ഈ അബ്ദുൽ കലാം ആസാദ് പോലത്തെ വളരെ പ്രമുഖന്മാർ ഇതിൽപ്പെട്ടവരാണ്. നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനകൾ ഒരുപാട് ത്യാഗങ്ങൾ വെച്ചു. ഏതൊക്കെ രീതിയിലുള്ള ഒരു ത്യാഗങ്ങളാണ് അവരുടെ ഒരു ഭാഗത്തുണ്ടായിട്ട് എത്രത്തോളം വിഷമം പിടിച്ചതായിരുന്നു അവരുടെ ജീവിതം, സാമൂഹിക ജീവിതം? പലതരത്തിലാണ് സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പ്രയത്നിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭഗത് സിംഗിനെ പോലെയുള്ള അല്ലെങ്കിൽ മുഹമ്മദ് അലി ജവഹറിനെ പോലെയുള്ള ആളുകൾ ഒന്നുകിൽ ഞങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ ഭൂമിയിൽ കാടി മണ്ണ് എന്നൊക്കെ പറഞ്ഞു വരിക വീരരക്തസാക്ഷികളൊക്കെ ഉള്ള ഒരു നാടാണിത്. അപ്പോൾ കൃത്യമായിട്ട് അവരൊക്കെ സ്മരിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് ഈ കാലഘട്ടത്തിൽ. എന്നാലും പലപ്പോഴായിട്ട് നമ്മൾ വളരെ വിരളമായിട്ടെങ്കിലും ഒരുപാട് നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട്. അതായത് സ്ത്രീകളെ പോലെയുള്ള ആളുകൾ, അതായത് അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് യാഥാസ്ഥികത്തിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തേക്ക് ഉയർന്നുന്നുണ്ട്. പലപ്പോഴും അവർ വേണ്ട രീതിയിൽ സ്മരിക്കപ്പെടുന്നില്ല, പലപ്പോഴും അവർ ഒരു രണ്ടാം കിടക്കാരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ത്രീയായിരുന്നു നമ്മുടെ മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും മാതാവായിരുന്ന ആബാദി ബാനു ബീഗം. ഈ ആബാദി ബാനു ബീഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രിട്ടീഷുകാരുടെ ഒരു ഭാഷയുടെ ഭാഗമാണ് സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം. ഈ സർ എന്നുള്ള പ്രയോഗം, അതായത് പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളെ താഴെ കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ഒരു ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിക്കുന്നൊരു തരം ബഹുമാനത്തിൻ്റെ ഒരു കൊളോണിയൽ ഭാഷയുണ്ട്. ആ ഒരു ഭാഷയായിരുന്നു അന്നത്തെ കാലത്തും ഇപ്പോഴും നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമൊക്കെ വേണം നമ്മളൊക്കെ. ഇപ്പോൾ നമ്മുടെ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ ഒരിക്കൽ മൗലാന മുഹമ്മദ് അലി ഈ ബ്രിട്ടീഷ് വട്ടമേശ സമ്മേളനത്തിൽ പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഈ ഒരു പങ്കെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽപ്പെട്ട ജോർജ് എന്നുള്ള ആളെ ഹേയ് ജോർജ് എന്ന രീതിയിൽ അന്നേ കാലത്ത് തന്നെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ധൈര്യവും ആർജവും കൊടുത്തിട്ട് പദപ്രയോഗം ഇല്ലാതെ തന്നെ മിസ്റ്റർ ജോർജ് എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മാതാവിൽ അവർക്ക് കൊടുത്തൊരു ധൈര്യമുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ മാതാവിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് പുലിക്കുട്ടികൾ വളർത്തിയിട്ട് പോലും ഈ മഹതി അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അറിയപ്പെട്ടിട്ടില്ല എന്നല്ല, അതായത് വേണ്ട വിധം സ്മരിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു ആബാദി ബാനു ബീഗത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യയിൽ വിവാഹം കഴിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ആബാദി ബാനു ബീഗം വിവാഹം കഴിക്കുന്നത്. എന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആബാദി ബാനു ബീഗം എന്ത് ചെയ്യുന്നത്, ബീവി ഉമ്മ എന്നാണ് ഇവരെ എല്ലാവരും സാധാരണ രീതിയിൽ വിളിക്കുന്നത്. ബഹുമാനത്തോടുകൂടി നമുക്ക് ആ പേര് വിളിക്കാം, അതായത് പദപ്രയോഗത്തിന്റെ എളുപ്പത്തിന് വിളിക്കും. അപ്പൊ ഈ ബീവി ഉമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിധരയായി മാറുന്നുണ്ട്. പിന്നീട് ഇവരെ നോക്കാൻ ആരും ഇല്ലാത്ത സമയത്ത് ഇവരുടെ മക്കളെ വളരെ വലിയ രീതിയിൽ ഇംഗ്ലീഷ് പഠനം അടക്കം അന്നത്തെ കാലത്തുള്ള ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഈ ഇംഗ്ലീഷ് ഭാഷ ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ്, അതാരും പഠിപ്പിക്കരുത്. ആ ഒരു രീതിയിലുള്ള ഒരു തരം കിംവദന്തികൾ, ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളൊന്നും ആ ഒരു രീതിയിലാണ് ഇന്ത്യക്കാരുടെ സഹകരണ പ്രസ്ഥാനം ഈ ഇതിൻ്റെ സമയമാണ്. അതായത് അവരോട് പരമാവധി സഹകരിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി ഇത്തരം ഭാഷകളൊന്നും അവരെ പഠിപ്പിക്കാതിരിക്കുക. എന്നാൽ ഈ ബീവി ഉമ്മ ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് ഇംഗ്ലീഷിലുള്ള വിദ്യാഭ്യാസം പരിജ്ഞാനം കൊടുക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. അന്നേ കാലത്ത് അവർക്കുണ്ടായിട്ടുള്ള ആഭരണങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മക്കളെ പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം മുൻകൂട്ടി കണ്ട അത് തന്നെയാണ്. അതായത് വളരെ അതല്ല വിശ്വാസപരമായിട്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള ജ്ഞാനുണ്ട് എന്നുള്ളതാണ്. അതായത് വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട്, ദൃഢ പ്രതീകമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബീവിമ്മേനെ കണക്കാക്കുന്നതാണ്.
ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് എന്താണ് വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വേണമെങ്കിൽ ജയിലിൽ ഞങ്ങൾ മോചിപ്പിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും നല്ലൊരു അഭയസ്ഥാനം നൽകാമെന്നൊക്കെ പറയുന്ന സമയത്ത് ബേബിയമ്മ ഒരു പ്രഖ്യാപനം നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ജയിലിൽ പോയിട്ട് മക്കളെ കിടക്കുന്നത്, നിങ്ങൾ എങ്ങാനും ഈ ഒരു ഓഫർ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ചെയ്യിക്കുക, നിങ്ങളെ ക്ഷേത്രീകരിക്കുക ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. എത്രത്തോളമായിരിക്കും രാഷ്ട്രസ്നേഹം ഉള്ളത് ആ ഒരു ഉമ്മയുടെ ഹൃദയാന്തരങ്ങളിൽ നിൽക്കുന്നത്. അതാണ് ബീവിയമ്മയെ പോലെയുള്ള ആളുകൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലത്ത് ഉള്ള യാഥാസ്ഥികമായിട്ടുള്ള ആളുകളെ ഇടയിൽ സ്ത്രീ വരുന്നു വരിക, തൻ്റെ മക്കളെ രണ്ടുപേരെയും രാജ്യത്തിന് സമർപ്പിക്കുക, എത്ര മനോഹരമാണ് അവരുടെ ആ ഒരു ജീവിതം, എത്ര സാർത്ഥകമാണ് അവരുടെ ജീവിതം. ഇതുപോലെ ഒരുപാട് ആളുകൾ, ഉദാഹരണം പറഞ്ഞാൽ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കാണിച്ചിട്ടുള്ളത്? ഈ ബീവിയമ്മയെ പോലെ തന്നെ നിങ്ങൾ പറയുന്നത് പോലെ സ്മരിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഈ അബുൽ കലാം ആസാദ് എന്നുള്ളത്. തീരെ സ്മരിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും അദ്ദേഹം ഓർക്കപ്പെടുന്നില്ല. ഈ കഴിഞ്ഞ വർഷത്തിലാണ് +1 പൊളിറ്റിക്സ് സയൻസിൽ നിന്നും അദ്ദേഹത്തെ ഒരു ഭാഗത്ത് ഒരു അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാമം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി പോലും ഇത്ര വലിയ സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് തന്നെ, നല്ല വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് തന്നെ അദ്ദേഹമാണ്, അബുൽ കലാം ആസാദാണ്. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമാണ്. മരണം വരെ അദ്ദേഹം ഈ ഒരു ഒരു പദവിയിൽ തുറന്നിട്ടുണ്ട് അദ്ദേഹം. മാത്രമല്ല ഇന്ത്യയിലെ IIT കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് മിഷൻ എന്നത് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇന്ന് ജനങ്ങൾ അത്രത്തോളം സ്മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ചില നിഗൂഢ ശക്തികൾ ഇത്തരം ചരിത്രങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇരയായിട്ട് മാറുകയാണ് അബുൽ കലാം ആസാദിനെ പോലുള്ള ആളുകൾ താങ്കൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ അബുൽ കലാം ആസാദിനെ ഈ ഇത്തരത്തിൽ നിന്ന് ഈ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ചിലരുടെ അജണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം 1932 കോൺഗ്രസ് ഒരു യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് കുത്തുബ് മിനാറിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് എന്നോട് പറയുകയാണ്, ഹിന്ദു മുസ്ലിം ഐക്യം വേണോ അതോ സ്വാതന്ത്ര്യം വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം ഐക്യം മതി. കാരണം സ്വാതന്ത്ര്യം പിന്നീടും വന്നേക്കാം, പക്ഷെ ഇപ്പോഴുള്ള ഈ ഹിന്ദു മുസ്ലിം ഐക്യം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് മൊത്തത്തിലുള്ള ഒരു നാശത്തിലേക്ക് നീങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം ഹിന്ദു മുസ്ലിം ഐക്യത്തെ സ്നേഹിച്ചിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ ആളുകൾ വെറുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാനുള്ള കാരണമായിട്ടുള്ളത് അദ്ദേഹം ഇന്ത്യ പാക് വിഭജനത്തെ വളരെയധികം എതിർത്തിരുന്ന ആളായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെയധികം വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് വിഭജനത്തെ വളരെ എതിർത്ത ഒരാളായിരുന്നു. ഈ ജിന്നയുടെ പല നടപടികളോടും അദ്ദേഹം എതിർത്തിരുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് മുഖ്യമായിട്ടും അദ്ദേഹത്തെ ഈ ആളുകൾ ഇന്ന് ഒരു മാറ്റി നിർത്തപ്പെടാനുള്ള കാരണമായിട്ടുള്ളത്. പ്രധാനമായിട്ടും അത്തരം ഒരു നീക്കങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശബ്ദങ്ങളൊക്കെ ഉയരേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യ ദിനാചാരങ്ങളൊക്കെ ഇത്തരം ഈ മാറ്റി നിർത്തലുകളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് കൂടിയാണ് ഇത്തരം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ എന്ന് മനസ്സിലാക്കി. കേവലം മതവിതരണങ്ങളിലൂടെ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദേശഭക്തി ഗാനങ്ങളിലൂടെ മാത്രം നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കാണരുത്, മറിച്ച് ഇത്തരം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ തന്ന ഇത്തരം ആളുകളെ, വിസ്മരിച്ചു പോകുന്ന ആളുകളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന ചില ആളുകൾ പെട്ടവരാണ് സായുധ വിപ്ലവത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഭഗത് സിംഗിനെ പോലെയുള്ള ധീര രക്തസാക്ഷികൾ, ഭഗത് സിംഗിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സായുധ വിപ്ലവത്തിലൂടെയാണ് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആശയം വെച്ചു കൊടുക്കുകയും അതിൽ വേണ്ട വിധത്തിലുള്ള സ്മരണകൾക്ക് ലഭിക്കുന്നില്ല. ഇത്തരം ആളുകളോട് നമ്മൾ വെച്ചു കൊടുക്കേണ്ട ലക്ഷണം. ചിലർ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന് സമരത്തിന് വേണ്ടി മാറ്റി വെച്ചപ്പോൾ ഇവർ തങ്ങളുടെ ജീവനാണ് നൽകിയിട്ടുള്ളത്. ഇത്തരം ആളുകളോട് നമ്മളുടെ ഇവരെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടതില്ല. അതായത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ നൽകിയിട്ടുള്ള ആളുകൾ പെടുത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ.
അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ള വലിയൊരു മോഹമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ശ്രമിച്ച സമയത്ത് അദ്ദേഹം അവരുടെ പ്രേരണക്ക് വിധേയമായിട്ട് കല്യാണം കഴിക്കാൻ സമ്മതം കൊടുക്കേണ്ടി വരികയാണ്. ആ സമയത്ത് അവസാനമായിട്ട് അദ്ദേഹം അവിടുന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരില്ല. കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട് വിട്ട് പോകേണ്ടി വരികയും ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണമല്ല, എൻ്റെ മുൻപന്തിയിലുള്ള കാര്യം കല്യാണമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിമരത്തിലുള്ള ആ ഒരു ഭാഗമൊക്കെ, ആ ഒരു സീനൊക്കെ നമ്മൾ ഒന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ അത്രക്ക് നമ്മുടെ മനസ്സിൽ രോഷം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ വൈകാരികത നിറയ്ക്കുന്ന ഒരു രംഗമായിരിക്കും. അതായത് കഴിമരത്തിലേക്ക് കയറ്റുന്നതിനൊക്കെ മുന്നായിട്ട് അവരുടെ മുഖത്ത് ഒരു കറുത്ത തുണി കൊണ്ട് മറയ്ക്കുന്നൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്ത് മറച്ചിട്ടുള്ള ആ കറുത്ത തുണി വലിച്ചെറിഞ്ഞ സന്ദർഭമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അവരുടെ രാജ്യത്തിന് വേണ്ടി അവരവരുടെ ജീവിതം സമർപ്പിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മളവിടെ തന്നെ കാണുന്നത്. മാത്രമല്ല ഈ ഭഗത് സിംഗിനൊക്കെ അധികം ആളുകളും അവരുടെ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു സായുധ ഇതിലൂടെ അല്ലെങ്കിൽ അക്രമപരമായിട്ട് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വരുന്നതാവും. അതായത് ഭഗത് സിംഗിനെ കുറിച്ചൊക്കെ കുട്ടികളോടും അല്ലെങ്കിൽ കുട്ടികളോട് ആരോടെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാൽ അധികം ആളുകളും ഒന്നെങ്കിൽ മീശ പിരിച്ചിട്ട് അല്ലെങ്കിൽ ഗണ്ണ് തോക്കെടുത്തിട്ട് ഒരാളെ ഷൂട്ട് ചെയ്യുന്നത് പോലെയൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും അഭിനയിച്ച് കാണിക്കുക. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ തൻ്റെ 21 വയസ്സ് ആവുന്ന സമയത്തേക്ക് ഏകദേശം 250 ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞൊരു നിശബ്ദനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആ കാലത്ത് തന്നെ ഇംഗ്ലീഷും പഠനങ്ങളും മറ്റുള്ളതൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല നല്ല ഉയർന്നൊരു മേഖലയിലുള്ള കുടുംബത്തിൽ പെട്ട ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 1.5 വർഷത്തോളം ജയിൽവാസത്തിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തനിക്ക് ആ സമയത്തും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നുള്ളത്. അതായത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും പിന്നെ അതിന് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കുറേ ലേഖനങ്ങൾ ആൾക്കാർക്ക് ഉള്ളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ലേഖനങ്ങൾ എഴുതാനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അദ്ദേഹത്തിന് കാണാൻ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വ്യക്തി ഇവിടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് ഒരു പുസ്തകം വേണം വായിക്കാൻ എന്നുള്ളതായിരുന്നു. പിന്നെ ആ പുസ്തകം വായിച്ച് ഒരു അധ്യായം തികയുന്നതിന് മുന്നേ അദ്ദേഹത്തിനെ കഴിമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ വ്യക്തിയോട് ചോദിക്കുന്നത് എനിക്ക് ഈ ഒരു അധ്യായം കൂടി നിങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നമ്മളെ ഈ ഭഗത് സിംഗിനൊക്കെ ഒരു വിധത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ തൻ്റെ ദിശണബോധത്തോട് കൂടിയിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ആളുകളുടെ ഒരു ആസ്പിറേഷൻസിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു അഭിലാഷമുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എൻ്റെ രാജ്യം ഇങ്ങനെയാണ്. അംബേദ്കർ പോലുള്ള ആളുകൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന അംഗങ്ങളിൽപ്പെട്ട ഒരാളാണല്ലോ അംബേദ്കർ. അദ്ദേഹം ഒരു വിഭാവനം ചെയ്തിരുന്ന ഒരു ഇന്ത്യയാണ് നിലവിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ. സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഗാന്ധി കണ്ട ഇന്ത്യ എന്നൊക്കെ പറയാം, പക്ഷെ ഒരിക്കലും ഗാന്ധി കണ്ട ഇന്ത്യ അല്ലെങ്കിൽ നെഹ്റു കണ്ട ഇന്ത്യ ഇന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവര് സ്വാതന്ത്ര്യം നേടിയ തൊട്ടടുത്ത വർഷം അവർക്ക് ചിലപ്പോൾ അത് ദർശിക്കാൻ കഴിഞ്ഞേക്കാം, ചില രീതിയിലുള്ള ഐക്യമെങ്കിലും. പക്ഷെ അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും അവർക്ക് വർഷങ്ങൾ കൂടുതൽ പുരോഗതിയാണല്ലോ വേണ്ടത് ഇത്തരം കാര്യങ്ങളിലെല്ലാം. പക്ഷെ എത്ര വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്കൊരിക്കലും അത്തരത്തിലുള്ള ഒരു ഇന്ത്യയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. ഭഗത് സിംഗ് ആയാലും മൗലാന അബുൽ കലാം ആസാദ് ആയാലും ഇവരൊക്കെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ എത്രത്തോളം വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാവുന്നതാണ്. വളരെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നുള്ള IIT വരെ ലോക റാങ്കിങ്ങിലൊക്കെ നോക്കുമ്പോൾ എത്രയോ താഴെയാണ്. മാത്രമല്ല കഴിഞ്ഞ നീറ്റ് എക്സാമിനുള്ള ക്രമക്കേടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തില് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ രീതിയിലും ഇന്ത്യ അധപതനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും
അവര് അഭിലാഷിച്ച ഒരു ഇന്ത്യയെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് നമ്മുടെ ശത്രുക്കൾ പുറത്തുള്ള വൈദേശികരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഭരിക്കുന്നവർ തന്നെ യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ അത് അന്ന് ബ്രിട്ടീഷുകാരിവിടെ വിതച്ചു പോയിട്ടുള്ള ഒരു കെണിയാണെന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം. അതായത് ഈ രാജ്യത്തിൻ്റെതായിരുന്ന ഐക്യത്തിനെയും സമാധാനത്തിനെയും ഒക്കെ തച്ചെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ വഴികളും പിഴകളും ഒക്കെ ഒരു വിഭാഗത്തിൻ്റെ മേലാക്കിയിട്ടോ അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിൻ്റെ മേല് ഉണ്ടാകുന്ന ഒരു ഐക്യത്തിന് തച്ചുയർത്തിട്ടൊക്കെയാണ് അവർ ഈ രാജ്യത്ത് നിന്ന് പോകുന്നത്. ഒന്നാമതായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതായത് വേലി തന്നെ വിളതെന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ ജനങ്ങളെ ഭരിക്കുന്ന ഭരണകൂടം തന്നെ അതിനെ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും ചിത്രത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ അംബേദ്കർ പറഞ്ഞതുപോലെ, അംബേദ്കർ പറഞ്ഞാൽ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം പോലെ ഇരിക്കുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം രുചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അകത്തു നിന്ന് നമുക്ക് അക്രമങ്ങൾ നേരിടാൻ അധിനിവേശം പോലത്തെ ഉള്ള വൈദേശിക അധിനിവേശം സ്വന്തം ആളുകൾ നമ്മുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുകയാണ്. അതായത് യാഥാർത്ഥ്യത്തിലുള്ള സ്വാതന്ത്ര്യം രുചിച്ചിട്ടില്ല. ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഒരു പിഴകയിൽ നമുക്ക് പ്രത്യാശിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണല്ലോ. അതായത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്നത് വിശ്വാസമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും സ്വാതന്ത്ര്യ പുലരികൾ വരും. സന്ദർഭങ്ങളിലും നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ രുചിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളത്. നമുക്ക് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.